ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് വരുന്ന ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഒരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട്. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3.5 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം. നമ്മൾ 3 മിനിറ്റിലധികം സമയം കോൺഫ്ലവർ തിളപ്പിച്ചെടുക്കരുത്. അങ്ങനെയായാലും കോൺഫ്ലവർ വെന്ത് പോവും. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് മാത്രം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് സ്ട്രെയിനറിൽ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കോളിഫ്ലവർ തിളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു നനവ് ഉണ്ടാവും. ആ നനവിൽ ഈ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കോളിഫ്ലവറിൽ ഈ കോൺഫ്ലോറും മൈദയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് അതിൽ കോട്ട് ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അതായത് കറക്റ്റായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ആ ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം സ്വല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അധികം കുറയ്ക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിലായിട്ട് വെച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ടൊമാറ്റോ സോസ് ആണ് എടുത്തിരിക്കുന്നത്. 8 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കോളിഫ്ലവറിന് വെക്കാനുള്ള അളവാണ് പറയുന്നത്. നിങ്ങൾ ഒരെണ്ണമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർപകുതി എടുത്താൽ മതി. എട്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള കറിയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ കോൺഫ്ലവർ മിക്സ് ചെയ്യാനായിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം.
എല്ലാതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗോബി ഉണ്ടാക്കാനായിട്ട്. എല്ലാതും സെറ്റ് ആയതിനു ശേഷം വേണം നമ്മളിത് സ്റ്റവ് ഓൺ ചെയ്ത് ഗോബി ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. ഓരോന്നോരോന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാതും സ്റ്റവിൻ്റെ അടുത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റാം. ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തതാണ്, അത് ഒരു കൈപ്പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്നും കുറയ്ക്കേണ്ട. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അധികം കുക്കാവണ്ട ക്യാപ്സിക്കം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഇല്ല, അത് അരിഞ്ഞെടുത്തതാണ്, അതൊരു കൈപ്പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സോസ് മിക്സ് ചെയ്തതിലേക്ക്. ഗ്രേവി കുറച്ച് കുറവാണെന്ന് തോന്നിയോണ്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, നമ്മൾ സവാള ഇട്ട സമയത്ത് അത് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ സോസുകൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1-2 മിനിറ്റ് കോൺഫ്ലോർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട, അപ്പം വളരെ തിക്കായിട്ട് വരും. ഇനി 1-2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, സോസൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റില് കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം അധിക സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചൊരു ലൂസിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ചില്ലി ഗോബിയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചില്ലി ഗോബി ആകുമ്പോൾ അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും, ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് മീതെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു.